ആദ്യം ഈ ഒരു ഓഫർ കണ്ട സമയത്തിന് ഞാൻ വിചാരിച്ചത് സ്കാം ആയിരിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ എവിഡൻസ് ആണ് ഇത്. ആദ്യം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞുതരാം, എന്നിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞുതരാം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബി രജിസ്റ്റേർഡ് ഡിമാൻഡ് അക്കൗണ്ടാണ്. ഏഞ്ചൽ ലോൺ ആണ് ആപ്പിൻ്റെ പേര്. ഞാൻ ഇപ്പം ക്രോമിൽ പോയതിന് ശേഷം കാണിച്ചു തരാം നിങ്ങൾക്ക്. സേഫ് ഫോർ നോട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിസൾട്ട് കാണാം. നമ്മളിതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ ഒന്നും പോകണ്ട. അക്കൗണ്ട് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. ഈ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. കമ്പനിയുടെ ലിങ്കാ ഇത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറിയാൽ മതി. കയറുന്ന സമയത്തിന് ഇതേപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ UPI കേൾക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വേറെ ഒന്നുമല്ല, ഇവിടെ UPI കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് പോകും. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ ബാക്ക് അടിക്കരുത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്തിന് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ബേസിക് ഡീറ്റെയിൽസ് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം ഈ ഒരു പേജിലോട്ട് വന്ന് നിൽക്കും. ഇവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാൻ കാർഡ് ഇപ്പം കൊടുക്കരുത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ആക്കി നിൽക്കണം. ഓക്കെ, വെറുതെ ഇവിടെ തന്നെ ഒന്ന് വെയിറ്റ് ആക്കി നിന്നാൽ മതി. കമ്പനിയുടെ ഓഫർ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. വേറെ ഒന്നുമല്ല, നിങ്ങളിവിടെ വെയിറ്റ് ആക്കി നിന്നാൽ മതി. വെറുതെ വെയിറ്റ് ആക്കി നിന്നാൽ മതി. ഇത് മാൻഡേറ്ററി ആണ്. വെയിറ്റ് ആക്കി നിന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമൻറ്റ് സെക്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ UPI കേൾക്കുന്നുണ്ട്. UPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ ഒരു ഓഫർ ചെയ്യാൻ സമയത്തിന് ഫസ്റ്റ് കൊടുത്തില്ലേ UPI, ആ ഒരു UPI തന്നെ ഇവിടെ കൊടുത്തതിന് ശേഷം ആ താഴത്തെ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലെ വരുന്നതായിരിക്കും. ഇവിടെ വേറെ ഒന്നുമല്ല, ഫസ്റ്റത്തെ നോക്കിയാൽ മതി. ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനപ്പ് ട്രാക്ക്ഡ്, അത് സക്സസ് കാണിക്കണം. ഓക്കെ, പെൻഡിങ് മാറിയിട്ട് സക്സസ് ആവും. ഒരു പച്ച കളറിന് സക്സസ് ആവും. നിങ്ങൾ ഈ ഒരു ഓഫർ ചെയ്യുന്ന സമയത്തിന് ഇത് കമ്പൾസറി ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പെൻഡിങ് ആണെങ്കിൽ ബാക്കി ചെയ്യരുത്. ഓക്കെ, സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യാം. ബാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് കൊടുക്കണം. പാൻ കാർഡ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലോട്ട് OTP വരും, അതടിച്ചു കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇട്ട് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ സെൽഫി, സിഗ്നേച്ചർ ഇതെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കി നിന്നാൽ മതി. അതിനുശേഷമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പം നിങ്ങൾ അത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം കണ്ടില്ലേ, ആക്റ്റീവ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. ഇവിടെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ആക്കി നിന്നാൽ മതി. പിന്നെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് കേൾക്കും. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഇൻകം, ഏജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പറും സൈനിങ് ആധാർ കാർഡിൻ്റെ നമ്പറും OTPയും ഇതടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ വരും. ഒരിക്കലും നിങ്ങൾ ആപ്പിനെ അൺഇൻസ്റ്റാൾ ആക്കി കളയരുത്. നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആയിട്ടില്ല. ഓക്കെ, 3 days വരെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഒന്നും തരത്തില്ല.